ഹായ് നമസ്കാരം കൂട്ടരെ. അങ്ങനെ ഇ ഡിയുടെ ഫ്രണ്ടിലുള്ള കടമ്പകളെല്ലാം ഏകദേശമൊക്കെ അവർ കടന്നിരിക്കുകയാണ്. അപ്പം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നതോടുകൂടി വീണ വിജയൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഇ ഡി കടന്നു വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു പരിശോധനയും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത്തവണ അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ അവർ പരിശോധന നടത്തിയതിന് ശേഷം കുറച്ച് ഡിജിറ്റൽ തെളിവുകൾ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ഒരു ഇനി പരിശോധന വരുന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾ. എന്തായാലും അവർ നടപടികൾ വളരെ ഫാസ്റ്റാക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇ ഡിയുടെ ഏറ്റവും തലപ്പുറത്തുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡയറക്റ്റ് കൊച്ചിയിലേക്ക് എത്തി അവിടെ യോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വീട്ടിലേക്ക് വീണ്ടും എത്തുമ്പോൾ സംഭവിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ വലിയ സമരത്തിനും വലിയ കോലാഹലങ്ങൾക്കും ഒരു വലിയ സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാര്യം കഴിഞ്ഞ തവണ ഈ ഒരു വലിയ പ്രശ്നങ്ങളും ഇ ഡിയുടെ കാറടിച്ചു പൊട്ടിക്കുന്നു, അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. അതിനെ കോടതി നിരീക്ഷിച്ചത് രാജ്യത്തിനെതിരായിട്ടുള്ള അക്രമം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികൾക്ക് ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് വകുപ്പുകൾ ഇവരുടെ മേളിലേക്ക് വന്ന് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയ ഈ കാലത്തൊന്നും ആ കേസ് തീരത്തുമില്ല. ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഈ അണികൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ചിലപ്പോൾ അറസ്റ്റിലേക്ക് വരെ പോയേക്കാം, വലിയ പരിശോധനകൾ നടന്നേക്കാം, വളരെ ഫാസ്റ്റായിട്ട് ഇ ഡി ആക്ട് ചെയ്തിരിക്കാം. അപ്പോൾ അവരുടെ കുറച്ചുകൂടെ തെളിവുകൾ കിട്ടി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ എന്തായാലും ഈ പുതിയ ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സമരത്തിന് പോകുന്ന സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക. രാജ്യത്തിനെതിരായ അക്രമമായിട്ട് തന്നെ ഇ ഡിയുടെ മുകളിലുള്ള ഏത് ആക്ഷനും അവരങ്ങനെ തന്നെ കണക്ക് കൂട്ടും. അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ ദേഹത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഈ ഒരു അക്രമം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്രസേനയെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ പോലീസ് ഫോഴ്സും തീർച്ചയായിട്ടും ഉണ്ടാവും. മുൻ അനുഭവങ്ങൾ വെച്ചിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഫോഴ്സ് കൂടുതലുണ്ടാവും, കേന്ദ്രസേന ഉണ്ടാവും, കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടാവും. അവിടെയുള്ള ഫുൾ ആൾക്കാരെ കവർ ചെയ്തിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേസിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അന്വേഷണം അതിൻ്റെ വഴിക്ക് കിടക്കട്ടെ. ഈ ഒരു അന്വേഷണം നടന്ന് അത് പൂർത്തിയായി ഇവർ കുറ്റക്കാരല്ലെങ്കിൽ അവരെ വെറുതെ വിടും, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കും. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു സമരം ചെയ്യാൻ പോയിട്ട് പെട്ടുപോയി ഏതെങ്കിലും തരത്തിലൊരു അക്രമം അവിടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങളും പ്രതിയാവും. ഒരുപക്ഷെ നിങ്ങൾ ആക്രമിക്കണമെന്നില്ല, നിങ്ങൾ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും നിന്നാൽ മതി. ഈ ഒരു ഭാഗമായിട്ട് നിന്നാൽ പോലും ചിലപ്പോൾ പണി കിട്ടും. കാര്യം അത്രയ്ക്ക് നിരീക്ഷണ സംവിധാനം ഉണ്ടാവും. അതിനുള്ള മുൻകരുതലെല്ലാം കാര്യങ്ങൾ അവരെടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ടലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലെ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഈ ചെറിയ കുറ്റമായിരിക്കത്തില്ല അവർ ചാർത്തുന്നത്, രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ. ഇ ഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നടത്തുന്ന അന്വേഷണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരായ അന്വേഷണം എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ തവണ കോടതി വിലയിരുത്തിയത്. ഇനി ഒരു സംഭവം ഉണ്ടായാലും അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് പെട്ട് കഴിഞ്ഞാൽ ശരിക്കും പെടും, രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പം ആലോചിച്ചും കണ്ടും ചെന്ന് ചാടുക. ഇൻ കേസ് സമരം സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ പോലും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെടാതിരിക്കുക. പെട്ടുപോയാൽ തീർന്നു.